ആനക്കര പന്നിയൂർ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്ര ജീർണോദ്ധാരണ കമ്മിറ്റി ഏർപ്പെടുത്തിയ 8ാമത് പന്നിയൂർ വരാഹകീർത്തി പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായകൻ ജി വേണുഗോപാലിന്. വരാഹ ജയന്തിയുടെ ഭാഗമായി ഏപ്രിൽ 7-ന് വൈകിട്ട് 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി കോഴിക്കോട് സാമുദ്രി രാജ പുരസ്കാരം കൈമാറും. 25,000 രൂപയും പ്രശസ്തിപത്രവും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വരാഹ ജയന്തി ആഘോഷങ്ങൾക്ക് മാർച്ച് 30-ന് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടെ തുടക്കമാകുമെന്ന് ക്ഷേത്ര ജീർണോദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. എല്ലാ ദിവസവും പ്രസാദഊട്ട്, ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ, അന്നദാനം എന്നിവയും ഉണ്ടാകും. യോഗത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വി സി സതീഷ് കുമാർ, സെക്രട്ടറി കെ വാസുദേവൻ, കോർഡിനേറ്റർ പ്രസാദ് പന്നിയൂർ, സി കെ ശശി പച്ചാട്രി, കെ പി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സാമൂതിരി രാജവക പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ വരാഹ ജയന്തി മഹോത്സവം 2026 മാർച്ച് 30 ആരംഭിച്ച് ഏപ്രിൽ മാസം 7 അവസാനിക്കുകയാണ്. വരാഹ ജയന്തിയുടെ ഭാഗമായി മാർച്ച് 6 വൈകിട്ട് ോടുകൂടി ഭാഗവത സപ്താഹം മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹ യജ്ഞവും, തുടർന്ന് 8ാമത്തെ ദിവസം വരാഹ ജയന്തി ദിനമാണ്. അന്ന് വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വർഷത്തെ വരാഹ ജയന്തി മഹോത്സവം 2026 മാർച്ച് 30-ന് തുടങ്ങി ഏപ്രിൽ 7-ന് വരാഹ ജയന്തിയോടുകൂടി സമാപിക്കുന്നു. വരാഹ ജയന്തി ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ക്ഷേത്രത്തിൽ വെച്ച് വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. അന്നദാനം, നൃത്യങ്ങൾ, അതേപോലെ സോപാന സംഗീതം തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതോടനുബന്ധിച്ച് മാർച്ച് 7 നടക്കുന്ന വരാഹ കീർത്തി പുരസ്കാരം ഇപ്രാവശ്യം ജി വേണുഗോപാലിനാണ് കൊടുക്കുന്നത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശിലാഫലവും കൂടി ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജ അവർകളാണ് പുരസ്കാരം സമർപ്പിക്കുന്നത്. ഇതോടുകൂടി വരാഹ ജയന്തി ഉത്സവത്തിന്റെ സമാപനം കുറിക്കുന്നു.